മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മൾ പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. സെഹിനോട് ധ്യാനിച്ചിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മേലും ശിഷ്യന്മാരുടെ മേലും പരിശുദ്ധാത്മാവ് തീർനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന ആ മഹത്തായ ദിവസത്തിന്റെ ഓർമ്മ ആചരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുവാനുമായി നമ്മൾ കൂടുതലായിട്ട് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. പരിശുദ്ധാത്മാവോട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ ഈ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ വരദാന ഫലങ്ങളെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ നമുക്ക് ഈശോ ഒരു സഹായകനായിട്ടാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് കുറവുകളും ബലഹീനതകളും, ആ കുറവുകളെയും ബലഹീനതകളൊക്കെ തിരുത്തുവാനും അതിനനുസരിച്ച് ആത്മീയനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാനും ദൈവത്തിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഈശോ മരണത്തിന് തൊട്ടു മുമ്പ് ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്നത്, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ ആയിരിക്കും. ഉയർപ്പിന് ശേഷം നമ്മൾ ഇന്ന് വായിച്ച സുവിശേഷ ഭാഗത്തില് ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മേൽ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളുടെ മേൽ വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തെ നമുക്ക് പഴയ നിയമത്തിലും കാണാൻ സാധിക്കും. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവം വിശ്വസിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് മനുഷ്യനെ നൽകിയിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നതും ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഉയർപ്പിന് ശേഷം ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ഈശോ അവരുടെ ഹൃദയങ്ങളെ തുറന്നു എന്ന് നമ്മൾ വാക്കിനെ വായിച്ച് കേൾക്കുന്നുണ്ട്. വിശുദ്ധ ലിഖിതങ്ങൾ തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ ശിഷ്യന്മാരുടെ ഹൃദയങ്ങളെ ഈശോ തുറക്കുന്നുണ്ട്. ഈ തുറവി നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. തിരുവചനത്തെ മനസ്സിലാക്കാൻ, അത് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുവാനുള്ള ശക്തി നമുക്ക് നൽകുന്നത് ഈ പരിശുദ്ധാത്മാവിലൂടെയാണ്. ഈ ഹൃദയം, നമ്മുടെ ഹൃദയം തുറക്കപ്പെടുന്നത്, വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുന്നത് ഈ പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപയിലൂടെയാണ്. നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഈശോ നമുക്കൊരു സഹായകനെ തന്നേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും സഹായകനെ ആവശ്യമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മുടെ സഹായം നമ്മൾ പലപ്പോഴും തേടാറ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്, പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇതേപോലെ തന്നെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മനുഷ്യനെ ആശ്രയിക്കുമ്പോൾ ആത്മീയമായ കാര്യങ്ങൾ, ആത്മീയതയിൽ നമ്മൾ വളരാൻ, ആത്മീയതയിൽ നമ്മളെ സഹായിക്കാനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കാനും ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ, പരിശുദ്ധാത്മാവോട് ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന വരദാന ഫലങ്ങളെ സ്വീകരിച്ച് അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ, ആ കൃപകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കും. ആത്മീയ മനുഷ്യരായി ജീവിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി പരിപോഷിപ്പിക്കാൻ സാധിക്കും. ഈ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവോട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം. ഈ വരദാന ഫലങ്ങളെ, ദൈവത്തെ മനസ്സിലാക്കാനുള്ള വരദാന ഫലങ്ങളെ, ദൈവഹിതമനുസരിച്ച് ജീവിക്കാനുള്ള കൃപകളെ നമ്മുടെ ഹൃദയത്തിലേക്ക് മുഴുക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആയിരിക്കേണ്ട ദിവസം കൂടിയാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങും. ആമോദിസായുടെയും സ്ഥൈര്യത്തോടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവുന്ന കനലിനെ നമ്മൾ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ കനലിനെ മൂടി ചൊലിപ്പിച്ച് വിരിയുക, നിജ്വാലയായി നമ്മുടെ ഹൃദയങ്ങളിൽ പടർത്തുവാൻ, പരക്കുവാൻ, ആ പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ, ആ പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർ കൊടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയിരിക്കുന്ന, ഈശോ നൽകിയിരിക്കുന്ന ഈ സഹായകനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുവാൻ, ആ സഹായം എപ്പോഴും പരിശുദ്ധാത്മാവോട് ചോദിക്കുവാൻ, ആത്മീയമായിട്ട് ഭൂമിയിൽ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനായി ശ്രേഷ്ഠ